തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര വീഴ്ച. ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ മാറി വലത് കണ്ണിന് നൽകിയ സംഭവത്തിൽ കണ്ണാശുപത്രിയിലെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ എസ് സുജീഷിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നീർക്കെട്ട് കുറയ്ക്കാൻ നൽകുന്ന കുത്തിവയ്പ് വലത് കണ്ണിന് മാറി നൽകുകയായിരുന്നു. ഭീമാപള്ളി സ്വദേശി അസൂറ ബീവിക്കാണ് ചികിത്സ മാറി നൽകിയത്. ശ്രീനന്ദ ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനന്ദ, വളരെ ഗുരുതരമായൊരു വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ? വീണ, കഴിഞ്ഞ ദിവസം കണ്ണാശുപത്രിയിലെ ഒരു വാർത്ത ജനം TV പുറത്തുവിട്ടിരുന്നു. ശേഷമാണ് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണിന് ചികിത്സ തേടിയെത്തിയ അസൂറ ബീവിക്കാണ് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇടത് കണ്ണിന് ചികിത്സയ്ക്കായി എത്തിയ അസൂറ ബീവി വലത് കണ്ണിന് മാറ്റി കുത്തിവയ്പ് നൽകി എന്നതാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു ചികിത്സാ പിഴവ്. ഈ കണ്ണ് മാറി ചികിത്സ നടത്തിയ ഡോക്ടറായ പ്രൊഫസർ എസ് സുജീഷിനാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇടത് കണ്ണിന് നൽകേണ്ട ചികിത്സ വലത് കണ്ണിന് മാറി നൽകി എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കുറ്റം. നീർക്കെട്ട് കുറയാൻ നൽകുന്ന കുത്തിവയ്പ് മാറി വലത് കണ്ണിന് നൽകുകയായിരുന്നു. സമാന രീതിയിൽ ഈ ഡോക്ടർ ചികിത്സയ്ക്കായി ഈ ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയപ്പോൾ ആദ്യം ഇടത് കണ്ണ് വൃത്തിയാക്കിയെങ്കിലും ശേഷം റൗണ്ട്സിന് പോയിട്ട് വന്ന ഡോക്ടർ തിരിച്ച് വലത് കണ്ണിന് ചുവപ്പ് നിറം കണ്ടത് കാരണം വലത് കണ്ണിനാണ് പ്രശ്നം എന്ന് വിചാരിച്ചിട്ട് വലത് കണ്ണിലെ ചികിത്സ കുത്തിവയ്പ് മാറി നൽകുകയായിരുന്നു. ഇതിന് മുൻപ് മാജിദ് നമ്മളോട് പറയുകയുണ്ടായി, ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തൊരു മെഡിസിനാണ് 6000 രൂപ നൽകി ജിപേയിൽ ഡോക്ടർ പറഞ്ഞൊരു വ്യക്തിയിൽ നിന്ന് 6000 രൂപ നൽകി വാങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞ ആളിൽ നിന്നാണ് ഈ ഒരു മെഡിസിൻ വാങ്ങിയത്. ഈ ഒരു ഇഞ്ചക്ഷൻ വെച്ചതിൻ്റെ ക്ഷീണത്തിൽ ഉമ്മ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഏത് കണ്ണിനാണ് ചികിത്സ അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തതെന്നൊരു കാര്യം ഉമ്മയ്ക്ക് അറിയാൻ സാധിച്ചില്ല എന്നൊരു കാര്യവും മാജിദ് പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തുടർ നടപടികൾക്കായി പോലീസ് ഇയാൾക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൽ പറ്റിയ വീഴ്ചയെന്ന് അന്വേഷിച്ച ശേഷം മാത്രം അതിനൊരു തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ അധികൃതരും എല്ലാവരും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഴ്ച വളരെ വലുതാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത പുറത്തുവിട്ടിരുന്നു, ഗുരുതര വീഴ്ചയാണ് കണ്ണാശുപത്രിയിൽ നിന്നുണ്ടായതെന്ന്. അതുപോലെ അതിലും വലിയൊരു ഗുരുതര വീഴ്ചയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നീർക്കെട്ട് കുറയാനായി കുത്തിവയ്പ്പാണ് മാറിയിരിക്കുന്നത്. ഈ ഒരു കുത്തിവയ്പ് കാരണം ഇനി ഭാവിയിൽ എന്താകും ഈ ഒരു അസൂറ ബീവി അനുഭവിക്കേണ്ട പ്രശ്നങ്ങൾ എന്നൊരു കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഒരു കാരണത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായ സുജീഷിനെ അന്വേഷണ വിധേയമായി ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നം ഇനി മറ്റ് സംഘടനകൾ എല്ലാവരും തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ ഉടൻ തന്നെ നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. ഈ ഒരു സ്ത്രീക്ക് ഇപ്പോൾ ആരോഗ്യനില കുറച്ച് പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മകനും ഇവരും കൂടെ ചേർന്നിട്ട് വഴുതക്കാട് പോലീസിൽ കംപ്ലൈൻറ്റ് നൽകിയിട്ടുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് പോലീസ് ഇതിവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമായിരിക്കുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പാണ് ഇപ്പോൾ ഈ ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വീണ, ശരി ശ്രീനന്ദ.